everyone, welcome back to Xylem Learning. ഞാൻ നിങ്ങളുടെ അനുമിസ് ആണ്. നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരു കൺഫ്യൂഷനും ഇനി ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വരില്ല. എക്സാമിന് ഷോർട്ട് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. അപ്പൊ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരു അഡ്രസ് ഉണ്ട് അല്ലെ? ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എനിക്കൊരു ഗിഫ്റ്റ് അയക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അഡ്രസ്സിലാണ് ഗിഫ്റ്റ് അയക്കുക അല്ലെ? അപ്പൊ കറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ അവരെന്ത് ചെയ്യും? കൊണ്ടുവന്ന് തരും. അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. കണ്ടോ? ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാ പറയാ? എനർജി, സൈസ്, ഷേപ്പ്, അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ സ്പിന്ന്. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഓരോരുത്തരെയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ n വെച്ചാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എനിക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയാമോ? ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ്, ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നതെന്നാണ്. അതായത് മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ലിനെ കുറിച്ചാണ് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇലക്ട്രോൺ പറയും, അനുമിസ് ഞാൻ ആദ്യത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ എനർജി ലെവലിൽ, രണ്ടാമത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ് എന്ന് പറഞ്ഞ് എന്നിന്റെ വാല്യൂസ് എങ്ങനെയൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, അങ്ങനെ പോവാം അല്ലെ? ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നത് എന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷെല്ലിൽ ഇരിക്കണു എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ രീതിയിലും പറയാം അല്ലെ? അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരെ ഇരിക്കണു എന്ന് പറയാം. ആദ്യത്തെ ഷെല്ലിൽ ഇരിക്കുകയാണ് എങ്കിൽ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് ആദ്യത്തെ ഷെല്ലിലാണെങ്കിൽ കുറച്ച് അടുത്താണ്, പിന്നെ രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ കുറച്ചും കൂടി ദൂരെയാണ്, മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഭയങ്കര ദൂരെയാണ്. അപ്പം ഡിസ്റ്റൻസിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടും. ഇലക്ട്രോൺ പറയുകയാണെങ്കിൽ 10ാമത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ് മിസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 10 ന്യൂക്ലിയസിന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ നമുക്കത് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ എന്നിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം? 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെല്ലിന്റെ എണ്ണമാണ് n വാല്യൂ. അതാണ് ആദ്യത്തെ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ സ്മോൾ ലെറ്റർ L വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ L വെച്ച്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താ പറഞ്ഞു തരാന്ന് അറിയാമോ? ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്, ഏത് സബ്ഷെല്ലിലാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ല് പറഞ്ഞു തന്നു, അസിമുത്തൽ സബ്ഷെല്ലിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ദ വാല്യൂ ഓഫ് L gives the subshell in which the electron is located. ഏത് സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ സബ്ഷെൽ ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഏതൊക്കെയാണ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. എസ് സബ്ഷെൽ ആണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, പി സബ്ഷെൽ ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആണ്, ഡി സബ്ഷെൽ ആണെങ്കിൽ ഡബിൾ ഡംബൽ ഷേപ്പ് ആണ്. അപ്പൊ ഷേപ്പിനെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടി. അപ്പൊ എന്നിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലിന് ഏതൊക്കെ വാല്യൂ ഉണ്ടാവും? എല്ലിന് 0 തൊട്ട് n-1 വാല്യൂസ് ഉണ്ടാവും. 0 തൊട്ട് n-1 വാല്യൂസ് ആണ് ആർക്കുണ്ടാവുക? എല്ലിന് ഉണ്ടാവുക. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആണ് എങ്കിൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? 0 എടുക്കാം, 2-1 1 എടുക്കാം. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ എന്തൊക്കെ എടുക്കാം? L is equal to 0 എടുക്കാം, 1 എടുക്കാം, അതേപോലെ 2 എടുക്കാം. ഇനി എന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എല്ലിന് 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം അല്ലെ? വാല്യൂസ് നമുക്ക് അങ്ങനെ എടുത്തു പോകാനായിട്ട് പറ്റും. ഇനി L വാല്യൂ വെച്ച് നമുക്ക് ഏതൊക്കെ സബ്ഷെല്ലുകളാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എല്ലിന്റെ വാല്യൂ 0 ആണ് എന്ന് വിചാരിക്കൂ കേട്ടോ. എല്ലിന്റെ വാല്യൂ 0, 1, 2, 3 ആണ്. അതിനനുസരിച്ച് ഞാൻ സബ്ഷെല്ലിനെ എഴുതുകയാണ് എന്ന് വിചാരിക്കുക. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ S ആണ്, 1 ആണെങ്കിൽ P ആണ്, 2 ആണെങ്കിൽ D ആണ്, 3 ആണെങ്കിൽ F ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ആരെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും? ഏതാണ് സബ്ഷെൽ എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഏതാണ് സബ്ഷെൽ എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അത് ഓർത്ത് വെക്കണം. L 0 ആണെങ്കിൽ S ആണ്, പിന്നെ 1, 2, 3 വരുമ്പം PDF എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ n is equal to 1, L is equal to 0 എന്ന് പറഞ്ഞാൽ അത് ഏത് ഓർബിറ്റലിനെയാണ് കാണിക്കുന്നത്? 1ന്റെ S നെയാണ് കാണിക്കുന്നത്. n is equal to 4,
L is equal to 2 എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് കാണിക്കുന്നത്? 4 ഡീനെയാണ് കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ രണ്ട് ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെ പറഞ്ഞു തന്നു? ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണെന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തന്നു. ഏത് സബ് ഷെല്ലിലാണ് അതിന്റെ ഷേപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞു തന്നു? അസിമുത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തന്നു. ഇനി അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഇലക്ട്രോണിന്റെ ഓറിയന്റേഷനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്താണ് മിസ് ഓറിയന്റേഷൻ? അതായത് അവൻ നേരെയാണോ ഇരിക്കുന്നത്, ചരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ നിൽക്കുന്നത്, അങ്ങനെ അതിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷനെ കുറിച്ചാണ് നമുക്ക് ആര് പറഞ്ഞു തരുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എം ഇട്ടിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ എൽ ഇട്ടും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ മിസ് ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് ചൂസ് ചെയ്യാറ്, സ്മോൾ ലെറ്റർ എം. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ പറഞ്ഞു തരുന്നത്? ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു ദ കോർഡിനേറ്റ് ആക്സിസ്. ഓരോ ആക്സിസിനെ വെച്ച് ഇത് എങ്ങനെയാണ് സ്പേസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനി എമ്മിന്റെ വാല്യൂ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എല്ലിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യും. എമ്മിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാടാ? എമ്മിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് -L തൊട്ട് L പ്ലസ് L വരെയാണ്, ഇൻക്ലൂഡിങ് 0. എത്ര ടോട്ടൽ വാല്യൂസ് ഉണ്ടാവും? 2L+1 വാല്യൂസ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ 0 ആണ്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂ ഉണ്ടാവും? -1 0 +1. 2 ആണെങ്കിൽ -2 -1 0 +1 +2. 3 ആണെങ്കിലോ -3 -2 -1 0 +1 +2 +3. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പെട്ടികൾ വരക്കില്ലേ? എസ് എടുത്താൽ എസിന് ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ. പി എടുത്താൽ എല്ലിന്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എസ്, പി, ഡി, എഫ് അല്ലെ? 1 2 3. അപ്പം പി ഓർബിറ്റൽ എടുത്താൽ അതിന് 3, പി സബ്ഷെൽ എടുത്താൽ അതിന് 3 ഓർബിറ്റലുകൾ വന്നു അല്ലെ? പിക്ക് 3 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ 3 ബോക്സുകൾ വരയ്ക്കുക അല്ലെ? ഇനി ഡി എടുത്താൽ എങ്ങനെയാണ്? 5 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. 1 2 3 4 5. എഫ് എടുത്താൽ 7 എണ്ണം പോസിബിൾ ആണ്. 1 2 3 4 5 3 6 1 7. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റി? ഓറിയന്റേഷൻ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ പറ്റി. അപ്പൊ ഒരു ഓർബിറ്റലിന്റെ അകത്ത്, അതായത് ഒരു ബോക്സിനകത്ത് മാക്സിമം കൊള്ളിക്കാവുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 2 എണ്ണമാണ് എന്ന് ഓർക്കാം. അപ്പൊ ഒരു സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളിക്കാവുന്ന ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും? 2 × 2L+1 ആണ്. കാരണം എത്ര സബ്ഷെല്ലുകൾ ഉണ്ടാവും? 2L+1 ഉണ്ടാവും അല്ലെ? അപ്പൊ 2 × 2L+1 ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ സബ്ഷെല്ല് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എസിനകത്ത് 2 ഇലക്ട്രോൺ, പിനകത്ത് 6 ഇലക്ട്രോൺ, ഡിനകത്ത് 10 ഇലക്ട്രോൺ, എഫിനകത്ത് 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അപ്പൊ ഓറിയന്റേഷൻ എങ്ങനെയാണ് ഇത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഇലക്ട്രോൺ എങ്ങനെയാണ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണോ കറങ്ങുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ കറങ്ങുന്നത് എന്നാണ് സ്പിൻ ക്വാണ്ടം നമ്പർ പറയുന്നത്. എസ് വെച്ചാ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് സ്പിൻ കൊടുക്കും, +½ കൊടുക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -½ കൊടുക്കും. ഇതാണ് നമ്മളുടെ 4 ഡിഫറെന്റ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ മിസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളിൽ ഞാനിപ്പോ ഒരാളെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാ? നിങ്ങളുടെ സ്കൂള് അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നിങ്ങളുടെ ക്ലാസ് അതാണ് എന്ത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നിങ്ങളുടെ ബെഞ്ച് ഇട്ടിരിക്കുന്നത് അതാണ് നമ്മളുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ബെഞ്ച് എങ്ങനെയൊക്കെ ഇടാം? ക്ലാസ്സിൽ ഇങ്ങനെ നേരെ ഇടാം, ഈ സൈഡിൽ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. അപ്പൊ ബെഞ്ചിന്റെ ഓറിയന്റേഷൻ ഇല്ലേ, അതാണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി ഈ ബെഞ്ചിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം അല്ലെ? ചിലപ്പോൾ നമ്മൾ നേരെ മിസ്സുള്ള സമയത്ത് നേരെ മിസ്സിനെ നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ എന്താ, ഇവിടെയാണ് എന്റെ ഫ്രണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. പിന്നെ എന്ത്, ഇപ്പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് സംസാരിച്ചാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇരിക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഓറിയന്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? സ്പിൻ, അതാണ് സ്പിൻ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്കൂള്, അതിൽ ക്ലാസ്, അതിൽ ബെഞ്ച്, അതിൽ നിങ്ങൾ ഇരിക്കുന്നു. ആ രീതിയിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുമടാ? നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിനെ പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഫുൾ സെറ്റ്. SPDF നൊട്ടേഷൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഓർബിറ്റലുകളെയും റെപ്രസെന്റ് ചെയ്യൂ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം Nന്റെ വാല്യൂ 2ഉം Lന്റെ വാല്യൂ 1ഉമാണ് എങ്കിൽ അത് ഏതാണ്? 2ന്റെ P ഓർബിറ്റൽ ആണ്. ഇനി B ക്വസ്റ്റ്യൻ എടുക്കാം. Nന്റെ വാല്യൂ 4ഉം Lന്റെ വാല്യൂ 0ഉം ആണെങ്കിൽ അത് ഏതാണ്? 4s ആണ്. ഇനി നോക്കുക,
എന്നിന്റെ വാല്യൂ 5ഉം എല്ലിന്റെ വാല്യൂ 3ഉം ആണെങ്കിൽ അതാരാണ് 5f ആണ് അല്ലേ 5f ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിന്റെ വാല്യൂ 3ഉം എല്ലിന്റെ വാല്യൂ 2ഉം ആണെങ്കിൽ അതാരാണ് 3. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് ആണ്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ പി ആണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഡി ആണ്. 3 ആണെങ്കിൽ എഫ് ആണ്. അത് മറക്കരുത്, എസ് പി ഡി എഫ്. അപ്പൊ 2 വരുമ്പം എന്ത് വരും 3D എന്ന് തോന്നുന്നു അല്ലെ. എല്ലാവരെയും നമുക്ക് കിട്ടി. ഈസി ചോദ്യം. അടുത്തത് നോക്കുക. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 3. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ മതി. n ആണെങ്കിൽ n-ന്റെ സ്ക്വയർ എടുത്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് n. ഓക്കെ, n സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് associated with n. n-നെ അസോസിയേറ്റ് ചെയ്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. അപ്പൊ ടോട്ടൽ നമുക്ക് ആൻസർ 9 കിട്ടും. ഇത് 1 മാർക്കിന് MCQ ആയിട്ട് ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് ആൻസർ എഴുതാം. ഇതേ ചോദ്യം 2 മാർക്കിന് ചോദിച്ചാൽ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം n is equal to 3 എന്ന് പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂസ് എത്രയൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. എല്ലിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ എമ്മിന്റെ വാല്യൂ 1 ആണ് അല്ലെ. എമ്മിന്റെ വാല്യൂവും 0 ആണ്. എമ്മിന്റെ വാല്യൂ 1 അല്ല, എമ്മിന്റെ വാല്യൂ 0 ആണ്. അതായത് ഒരു ഓർബിറ്റലേ ഉള്ളൂ അല്ലെ. ഒരു ഓർബിറ്റൽ ആണ് അതിനുള്ളൂ. ഇനി എല്ലിന്റെ വാല്യൂ 1 ആണ് എങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂ വരാം? -1, 0, +1 വരാം. 3 ഓറിയന്റേഷൻസ്, 3 ഓർബിറ്റലുകൾ ഉണ്ട് അല്ലെ. 3 ഓർബിറ്റൽസ് ഉണ്ട്. ഇനി എല്ലിന്റെ വാല്യൂ 2 ആണ് എങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരാം? 5 എണ്ണം വരാം. -2, -1, 0, +1, +2 അല്ലെ. 5 ഓർബിറ്റൽസ് വരും. അപ്പൊ 1 + 3 + 5 അങ്ങനെയാണ് 9 വന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കണം. കണ്ടോ? ഫോർ n is equal to 3 പോസിബിൾ L വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2 ആണ്. therefore 3s എടുത്തു കഴിഞ്ഞാൽ n is equal to 3, 3s എടുത്തു കഴിഞ്ഞാൽ m-ന് 0 ആണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് വരിക? ഒരു ഓർബിറ്റലാണ് വരുന്നത്. 3p വരുന്ന സമയത്ത് 3 ഓർബിറ്റൽ വരും. 3d വരുന്ന സമയത്ത് 5 ഓർബിറ്റൽ വരും. സോ 1 + 3 + 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. 1 മാർക്കിന്റെ MCQ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വെറുതെ സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, 4 ആണ് തന്നിരുന്നെങ്കിലോ 4ന്റെ സ്ക്വയർ 60. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An atomic orbital has n is equal to 3. What are the possible values of L and M? n-ന്റെ വാല്യൂ 3 ആണ് എന്ന് പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂസ് നമ്മൾ എന്ത് എഴുതുവാടാ? എല്ലിന് ഏതൊക്കെ എഴുതാം? 0 എഴുതാം, 1 എഴുതാം, 2 എഴുതാം. അപ്പൊ എമ്മിന്റെ വാല്യൂസോ? എല്ലിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എത്രയാണ്? -1, 0, +1 ആണ്. എല്ലിന്റെ വാല്യൂ 2 ആണ് എങ്കിൽ എമ്മിന്റെ വാല്യൂ എത്രയാണ്? -2, -1, 0, +1, +2 ആണ് അല്ലെ. അങ്ങനെ നമുക്ക് കിട്ടി. ഇനി ലിസ്റ്റ് ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദ ഇലക്ട്രോൺസ് ഫോർ 3D ഓർബിറ്റൽ. 3D ഓർബിറ്റലിന്റെ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എമ്മിന്റെയും എല്ലിന്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 3D എടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 3 ആണ്. എല്ലിന്റെ വാല്യൂ എത്ര വരിക? D എന്ന് പറയുമ്പോൾ എസിന് 0, പിക്ക് 1, ഡിക്ക് 2 ആണ് വരുന്നത്. അപ്പൊ എമ്മിന്റെ വാല്യൂസ് ഏതൊക്കെ വരും? -2, -1, 0, +1, +2 എന്ന് പറഞ്ഞ് വരും. സെറ്റ്. Which of the following orbitals are possible? ഏതൊക്കെയാണ് പോസിബിൾ? 1-ന് p പോസിബിൾ ആണോ? അല്ല. 1-ന് ആകെ 1-ന് s മാത്രമേ പോസിബിൾ ഉള്ളൂ. 1p is not possible. 2s പോസിബിൾ ആണോ? 2s പോസിബിൾ ആണ്. 2p പോസിബിൾ ആണോ? 2pയും പോസിബിൾ ആണ്. 3f പോസിബിൾ ആണോ? ഇല്ല. തേർഡ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ n is equal to 3 എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉള്ളൂ? 0യും 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അതായത് 3s, 3p, 3dയേ ഉള്ളൂ. 3f പോസിബിൾ അല്ല. സോ ഇതിൽ പോസിബിൾ അല്ലാത്തത് ആരൊക്കെയാണ്? 1pയും 3fഉം നോട്ട് പോസിബിൾ ആണ് അല്ലെ. 1pയും 3fഉം എങ്ങനെയാണ്? ഇവര് രണ്ടുപേരും നോട്ട് പോസിബിൾ ആണ്. ആരൊക്കെയാണ് പോസിബിൾ? 2sഉം 2pയും പോസിബിൾ ആണ്. അപ്പൊ കംപ്ലീറ്റ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചു. അതിൽ നിന്നുള്ള ക്വസ്റ്റനും ചെയ്തു. അപ്പൊ ഇനിയും ഇതേപോലുള്ള ടോപ്പിക്സ് മിസ് വീഡിയോ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.